ടോപ്പ് സിംഗറിന്റെ ഫ്ലോറിൽ ഏറ്റവും ക്യൂരിയസ് ആയിട്ടുള്ള ഒരാളാ വരാൻ പോകുന്നത്. ഇത്ര കൃത്യമായി നമ്മുടെ ലൈറ്റും നമ്മുടെ വിസ്താരയും ഒക്കെ ചെക്ക് ചെയ്യുന്ന ഒരാളെ എന്റെ ഇത്ര വർഷത്തെ എക്സ്പീരിയൻസിൽ ഞാൻ കണ്ടിട്ടേ ഇല്ല. അങ്ങനെയുള്ള ഒരാളാണ് വരാൻ പോകുന്നത്. ആരായിരിക്കും അത്? വെൽക്കം ദ്വിതികുട്ടി ഓൺ സ്റ്റേജ്. ഹായ് ദ്വിതികുട്ടി. എല്ലാ കളറും ഉണ്ടല്ലോ ഡ്രസ്സില്. റെയിൻബോ. ഞാനൊരു പാട്ട് കേട്ടിട്ടുണ്ട്. ആവണിത്തുമ്പി താമരത്തുമ്പി. അതാണോ? ഇതാണോ? ഓ അത് ശരി. അല്ല, ഇന്ന് ആരുടെ മുമ്പിലാണ് ഇതൊക്കെ പാടാൻ പോന്നെ? UAE മുഖ്യമന്ത്രിയുടെ മുമ്പിലാണ്. ചീഫ് മിനിസ്റ്റർ. അതെ, നമ്മുടെ ഭാഗ്യാണ്. കുറച്ചാള് UAE, കുറച്ചാള് കേരള. ഒരാളുടെ മനസ്സിൽ UAE, വേറൊരാളുടെ മനസ്സിൽ കേരളം. അതെ അതെ. എങ്ങനെയുണ്ട് മുഖ്യമന്ത്രിയായിട്ട്? എങ്ങനെയുണ്ട് പറഞ്ഞു പിണറായി വിജയൻ? തുടങ്ങുന്നേ ഉള്ളൂ. ഞാൻ തീരുമാനം എടുക്കുന്നതിന് മുന്നേ അവര് തന്നെ പറഞ്ഞു തന്നു ഞാൻ ഇന്ന തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. പിണറായി വിജയൻ സാറിന്റെ ഒരു ഛായ ഒക്കെ തോന്നുന്നു. എന്താ അറിയില്ല, എല്ലാവർക്കും എന്നെ കാണുമ്പോ ചീഫ് മിനിസ്റ്റർ ആയിട്ട് തോന്നി. ഞാനും സ്വയം ഖദറൊക്കെ ഇട്ടിട്ട് പാട്ട് കേൾക്കാൻ ഫിലിം സ്നേഹവീട്, ലിറിക്സ് റഫീഖ് അഹമ്മദ്, പാടിയത് ശ്രേയ ഘോഷാൽ മാം, ലിറിക്സ് മ്യൂസിക് ഡയറക്ടർ ഇളയരാജ സാർ. വർഷം 2011. വെരി ഗുഡ്. തുടങ്ങാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. കാരൻ
ജ്യോതികുട്ടാ ഓ അടിപൊളിയായി പാടി താങ്ക് യു. കേട്ടോ. മിടുക്കിയായിട്ട് പാടി. എനിക്ക് ആ ആലിലകൾ മേളം തീർക്കും താളം മൂളും പൂങ്കാറ്റേന്ന് പാടിയില്ലേ, എങ്ങനെയായിരുന്നു അത്? ആലിലകൾ മേളം തീർക്കും താളം മൂളു പൂങ്കാറ്റേ നീ. ആഹാ ആഹാ. കണ്ടോ. അതുപോലെ പൂമഴയിൽ വാനം തൂകും അതും. പൂമഴയിൽ വാനം തൂകും പൂഞ്ഞാലാടു പൂമുത്തേ നീ. ആഹാ വെരി നൈസ്. അത് കൺഫ്യൂഷൻ ഉണ്ടാവുന്ന Notes നോട്ട്സ് ആണ്. ആണ്. അതെ, അത് അതെ. നല്ല കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ള നോട്ട്സ് ആണ്. പക്ഷെ അതൊക്കെ നമ്മുടെ ജ്യോതിക്കുട്ടി ജ്യോതികുട്ടിയുടെ കൈകളിൽ ഭദ്രം. കന്നിവേലമ്മേ കമ്മലണിയില്ലേ പാലരുവിയമ്മേ പാദസരമില്ലേ പൂമഴയിൽ വാനം തൂകും പൂഞ്ഞാലാടു പൂമുത്തേ നീ. മിടുക്കിയായിട്ട് പാടി കേട്ടോ. ഇടയിൽ എന്താ മറന്നുപോയോ പാടാൻ വേണ്ടി? അത് തുടങ്ങാൻ തുടങ്ങാൻ ആവണി വിട്ടുപോയോ? ലാസ്റ്റ് പല്ലവിയില്. ലാസ്റ്റ് പല്ലവിയിൽ ഞാൻ ആ. പാട്ട് കേട്ടതിൽ 2 പ്രാവശ്യം ഉണ്ട്. പാട്ട് കേട്ട് 2 പ്രാവശ്യം ഉണ്ട്. പക്ഷെ അവിടെ original ഒരു 2 പ്രാവശ്യമല്ലേ പ്രാവശ്യം ഉള്ളൂ. ഉണ്ടല്ലേ? അപ്പൊ റിഹേഴ്സൽ നോക്കിയില്ലായിരുന്നോ? ഇല്ലേ? നോക്കി ഇടയ്ക്ക് നോക്കിയായിരുന്നു. ആണോ? അപ്പൊ 2 പ്രാവശ്യം ഉണ്ടായിരുന്നോ റിഹേഴ്സൽ നോക്കിയപ്പോ? ഇല്ലല്ലോ. ഇല്ലല്ലേ? ഇല്ല. പിന്നെ- ഇല്ല പിന്നെ അല്ല അനുപല്ലവിയിലും പാട്ട് ഒരു പ്രാവശ്യമേ ഉള്ളൂ. പാട്ട് കേട്ടതിൽ 2 പ്രാവശ്യം കേട്ടതിൽ 2 പ്രാവശ്യം ഉണ്ട്. റിഹേഴ്സൽ ആദ്യം റിഹേഴ്സലൊക്കെ- ചെയ്തിട്ടില്ലായിരുന്നു. ഇല്ല. പിന്നെ ഇടയ്ക്ക് ചെയ്തു. ചെയ്തപ്പോൾ ഒറ്റ ഒരു പ്രാവശ്യം പ്രാവശ്യം ഉണ്ടായിരുന്നുള്ളൂ. ആ, എന്നാൽ അനുപല്ലവിയിൽ ഒരു പ്രാവശ്യമല്ലേ ഉള്ളൂ. അപ്പൊ ചരണത്തിലും ഒരു പ്രാവശ്യം ഉണ്ടാവാൻ ആ, അതെ, സാധ്യതയുള്ളൂ. മനസ്സിലായി. അതെ. ഒരു കാര്യം പറയട്ടെ, ഒരു സീക്രട്ട് പറയട്ടെ, പാട്ടിൽ ഒറ്റ തവണയേ ഉള്ളൂ. സർപ്രൈസ് ഒറ്റ അല്ലേ? തവണയേ ഉള്ളൂ. അത് തോന്നിയതാ 2 പ്രാവശ്യം ഉണ്ടെന്ന് തോന്നിയതാ ജ്യോതികുട്ടിക്ക് കേട്ടോ. സാരല്ല കേട്ടോ, പക്ഷെ നന്നായി പാട്ട് പാടി. സൂപ്പർ ആയിരുന്നു. മേക്കപ്പ് ചെയ്തില്ലേ? പിന്നെ പിന്നെ അതെ അതെ അതെ. അതപ്പാട് ആ ടൈമിങ്ങിൽ പിടിച്ച് അതൊക്കെ മിടുക്കണം. അവിടെ നല്ല പാടുകയൊക്കെ മിടുക്കിയതുകൊണ്ട് അങ്ങനെയൊക്കെ എല്ലാം കറക്റ്റ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പാടിയില്ലേ? അതെ. പിന്നെ ആ അടിപൊളിയായിട്ട് പാടി. അതെ, അത് അതെ, പിന്നെ അതെ. ഗുഡ് ഗേൾ അല്ലേ, എന്താ സംശയം? Thank you. നല്ല രസമുണ്ടായിരുന്നു ആ ഹൈ പോകുന്ന പോർഷൻസ് ഒക്കെ കേൾക്കാൻ വേണ്ടിട്ട് കേട്ടോ. പിന്നെ അതുപോലെ പാട്ട് പാടി ഇതിന്റെ അവസാനം വരിയുടെ അവസാനം എത്തുമ്പോ ചെറുങ്ങനെ ഒന്ന് പിച്ച് ശ്രദ്ധിച്ചാ ബാക്കിയൊക്കെ സൂപ്പറാവും Thank you. കേട്ടോ. എന്ത് ശ്രദ്ധിക്കണം? പിച്ച്. ആ. എവിടെ ശ്രദ്ധിക്കണം? ഉം, വരിയുടെ അവസാനം. വരിയുടെ അവസാനം കേട്ടോ. ലാൻഡ് ചെയ്യുന്നത് ശ്രുതി ചേർത്ത് പാടാൻ നോക്കണം കേട്ടോ. ഉം. ഓക്കെ, മിടുകയാണേ. ഉം. അടിപൊളിയായി പാടുന്നുണ്ടേ. യെസ്, ഓൾ ദി ബെസ്റ്റ്. Thank you. കന്യവയിലമ്മേ ഓ, കമ്മലണിഞ്ഞില്ലേ? അണിഞ്ഞോ? കമ്മൽ അണിഞ്ഞിട്ടില്ലേ? ആ, ഇല്ല. ഇട്ടിട്ടില്ലേ ഇന്ന്? ശരിക്കും ഇട്ടിട്ടില്ല. അതെന്താ ഇടാത്തെ? മുടി വെച്ച് മൂടിയിട്ടിരിക്കല്ലേ, പിന്നെ എന്തിനാ ചെവി കാണാൻ പറ്റുന്ന, പിന്നെ എന്തിനാ കമ്മലിടണേ അല്ലേ? അതുകൊണ്ടാണോ? ആയിരിക്കും. ആ ഇരിക്കും. കമ്മൽ ഇഷ്ടമല്ലേ? അവള് കാത് കുത്തിയിട്ടില്ല. കാത് കുത്തിയിട്ടില്ലേ? ഇല്ല. അപ്പൊ ഇതിനു മുമ്പ് ഇത്ര നാളും കമ്മൽ കമ്മലിട്ടിട്ടില്ലേ? ഇട്ടിട്ടില്ല. ഇല്ല. ഓ അത് ഒരു ശരി. കുഞ്ഞിച്ചെവി ആയതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കാത്ത. അതെ. കമ്മലിടാത്ത കുട്ടിയാണോ? ആ. പക്ഷെ പാട്ടിൽ കമ്മലിട്ടപ്പോ നന്നായിരുന്നു കേട്ടോ. അതൊന്ന് പാടിക്കപ്പിക്കോ? കന്നിവേലമ്മേ കമ്മലണിയില്ലേ ആ Yes. അത് ഒറിജിനലായിട്ട് പാടിയപ്പോഴത്തേക്കും ഉഗ്രമായിരുന്നു. ഓ, അടിപൊളിയായിരുന്നു അവിടെ. ഉഗ്രനായിരുന്നു, അതെ. ഉഗ്രൻ. കമ്മലണിയില്ലേ പാലരുവിയമ്മേ പാദസരമില്ലേ. ഇനി തങ്കത്തിങ്കൾ താരം നിനക്ക് ഞാൻ തന്നാലോ? അതെങ്ങനെയാണ് തന്നത്? ഇണങ്ങല്ലേ കിണുങ്ങല്ലേ ഉണ്ണി തങ്കത്തിങ്കൾ താലം നിനക്കു ഞാൻ തന്നാലോ. ആ ആഹാ. Yes. ആഹാ, അത് നന്നായിരുന്നു കേട്ടോ. Thank you. Thank you. ഈ പാട്ട് ഇത്രയും രസമായിട്ട് പാടി തന്നില്ലേ, അതിന് താങ്ക് യു. Welcome. നന്നായിട്ട് പാടിട്ടോ. Thank you. ഇവ എത്ര വയസ്സായി? 8. 8 വയസ്സ്. ഓ ആ ഈ 8 വയസ്സുള്ള കുട്ടിക്ക് മാറത്തും തോളത്തും ചാഞ്ഞിടാതെ അതൊക്കെ പാടാൻ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവും. കറക്റ്റ് ആയിട്ട് അത് പാടി കേട്ടോ. ആവണിത്തുമ്പി താമരത്തുമ്പി മാറത്തും തോളത്തും ചാഞ്ഞിടാതെ ഉമായക്കാരൻ നീ കൺമുന്നിൽ മാനതിന്റെ. ചിലപ്പോ കുട്ടികൾ ഇങ്ങനെ പാടുള്ളൂ, മാറത്തും തോളത്തും ചാഞ്ഞിടാതെ. അതിന്റെ അതിന്റെ ഇതൊന്നും ഇടയിലുള്ള വരില്ല. സംഗതി ചിലപ്പോ ശ്രദ്ധിക്കില്ല. മാറത്തും തോളത്തും അത് കേട്ടോ. മിടുക്കി. പിന്നെ ഇതിപ്പോ അനുപല്ലിയുടെയും ചരണത്തിന്റെ ഇപ്പൊ MG ഞങ്ങൾ പാടിപ്പിച്ച പറഞ്ഞ ഭാഗമൊക്കെ ഉം. എന്ത് അസലായിട്ടാ പാടിയേ. Thank you. പിന്നെ എനിക്ക് തോന്നിയത് ഇടയ്ക്ക് പല്ലവിയിലെ സൗഭാഗ്യങ്ങൾ നീ തന്നു, അതിന്റെ നോട്ട് കുറച്ച് അത് ലാൻഡിങ് നോട്ട്. Landing. ലാൻഡിങ് നോട്ട്. അത്രേ ഉള്ളൂ. ബാക്കിയെല്ലാം നേരത്തെ ആര്യ ചേച്ചിയൊക്കെ പറഞ്ഞ പോലെ തന്നെ. പിന്നെ തുടങ്ങാൻ വൈകി ചരണത്തില് 2 ഉണ്ടെന്ന് വിചാരിച്ച് തോന്നിയതാ. അതെ, തോന്നിയതാ. തോന്നലാണ് കേട്ടോ. സർവമായ. Okay. അതെ, സർവമായ. ഓക്കെ, അപ്പൊ മിടിക്കാണ്, മിടിക്ക് കുട്ടിയാ. Thank you. ആ വെരി ഗുഡ്. Thank you.
ദ്യുതിക്കുട്ടിയുടെ ഇന്നത്തെ മാർക്ക് 97 ഔട്ട് ഓഫ് 100. ഓൾ ദി ബെസ്റ്റ്. ബൈ ബൈ. ശരി, ബൈ ബൈ. ടാറ്റാ. ടാറ്റാ, ബൈ ബൈ. Good night. Good night. മധുകൾ, ഓ ഇനി നമ്മുടെ ടോപ്പ് സിംഗറിന്റെ ഒഫീഷ്യൽ സുപ്രച്ചൻ വരാൻ പോവാണ്. സുപ്രിച്ചൻ. സുപ്രച്ചൻ okay. സുപ്രച്ചൻ വരാൻ പോവാണ്. Okay. ഒരു സൂപ്പർ സോങ്ങുമായിട്ട് വിളിക്കാം. Okay. ലെറ്റ്സ് വെൽക്കം നമ്മുടെ ജെനീലിയ കുട്ടി ഓൺ സ്റ്റേജ്. ഇപ്പൊ ഇടുന്ന ഡ്രസ്സെല്ലാം നല്ല വെറൈറ്റി ആവുന്നുണ്ടല്ലോ. അതെ അതെ അതെ. ഇതാരാ സെലക്ട് അമ്മ ഒന്ന് പോയതിന്റെ ആണോ? അങ്ങനെ പിന്നെ ഇതാരാ സെലക്ട് ചെയ്യുന്നത്? അപ്പയാണോ? സെലക്ട് ചെയ്യുന്നത്. നല്ല സെലക്ഷൻ സെലക്ഷൻ കൊള്ളാലോ. എല്ലാം നല്ല രസമുണ്ട്. ഓ അതിന്ന് രാവിലെ മുതൽ എല്ലാരും പറയുന്നുണ്ട് അതിന്റേതായ പ്രൈഡിൽ ഇങ്ങനെ ഇരിക്കുക. അതിന് പ്രൈഡ് വേണ്ടേ അച്ഛനാകുമ്പോ? എല്ലാരും ഇങ്ങനെ പറയുമ്പോ അച്ഛനൊരു പ്രചോദനം, ഇനി നല്ല നല്ല ഉടുപ്പ് വാങ്ങിച്ചു തരാൻ അല്ലേ? അച്ഛന്റെ പുന്നാര മോളല്ലേ? അതെ. എനിക്കറിയാം അച്ഛന്റെ സ്നേഹം എത്രത്തോളം ആണെന്നുള്ളത്. അമ്മ അവിടെ ആണെങ്കിലും അച്ഛനും അമ്മയും അച്ഛനും എല്ലാം കൂടെ ചേർത്താണ് അച്ഛൻ തരുന്ന സ്നേഹം. അതെ 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 അതെ. ദാറ്റ് ഈസ് വണ്ടർഫുൾ, വെരി വണ്ടർഫുൾ. ഓക്കെ, ഈ സ്റ്റൈലിഷ് വേഷത്തിൽ വന്നിട്ട് ഏത് പാട്ട് പാടാനാ പോണേ? മഞ്ഞു പെയ്യും ഉറങ്ങിയോ? മഞ്ഞു രാവിലെ. ആഹാ, ഉഗ്രം പാട്ട്. താങ്ക് യു സർ. മാത്രല്ല ജനീല കുട്ടിയുടെ ഇപ്പോഴത്തെ ആ പ്രോഗ്രസ് കാണുമ്പോഴേ അടുത്ത പെർഫോമൻസ്, അതായത് ഈ പാട്ട് എങ്ങനെ ഉണ്ടാവും കേൾക്കാൻ വേണ്ടി റെഡി ആയിരിക്കാം ഞാൻ. അതെ. ഉറ്റുനോക്കുന്നു. അതെ. ഡാൻസ് ഒക്കെ ഉണ്ടോ? പിന്നെ ആണോ? ആണോ? നോക്കട്ടെ, പിന്നെ നമ്മുടെ സ്വന്തം നോക്കട്ടെ, പെർഫോമൻസ് നോക്കട്ടെ. റൗണ്ട് അല്ലേ? അതെ. അതെ അതെ Yes. അതെ അതെ. ഡീറ്റെയിൽസ്. സിനിമ പപ്പയുടെ സ്വന്തം അപ്പൂസ്, വർഷം 1992, മ്യൂസിക് ഇളയരാജ സർ, ലിറിക്സ് ബിച്ചു തിരുമല സർ, പാടിയത് ചിത്രം. യെസ്, വെരി ഗുഡ്. Yes. തുടങ്ങിയാലോ? അപ്പൊ ആ കേൾക്കാം. ചൂടോടെ അങ്ങ് പാടിക്കോ Yes. വേഗം. All the Okay? best. All the best, all the best. താങ്ക് യു. മഞ്ഞു പെയ്യും രാവിൽ ഈ മനസ്സുറങ്ങിയ, മഞ്ഞു പെയ്യും രാവിൽ ഈ മനസ്സുറങ്ങിയ, കണ്ണും കണ്ണും തേടും എൻ കനവുറങ്ങിയ, മഞ്ഞു പെയ്യും രാവിൽ ഈ മനസ്സുറങ്ങിയ, കണ്ണും കണ്ണും തേടും എൻ കനവുറങ്ങിയ, ഈ രാവും ഞാനും നിൻ മുന്നിൽ ശൃംഗാരം ചെയ്യും, ഈ മൗനം പോലും വാചാലും സല്ലാപത്തോറ്റം ആനന്ദം ചോരും പൂമഞ്ചം, ഈ ശയ്യാമഞ്ചം ആവേശം ചേരും ഉന്മാദം എന്നങ്കോ പാങ്കം. മഞ്ഞു പെയ്യും രാവിൽ ഈ മനസ്സുറങ്ങിയ, കണ്ണും കണ്ണും തേടും എൻ കനവുറങ്ങിയ, മാനത്തണ്ടി പൊന്നും തിങ്കൾ തീരെയോരോ നേടും താഴ്ത്തി, ചോലക്കൂട്ടിൽ നീലക്കുമൻ ഇലജന്നൽ വാതിൽ ചാരി, ഇനിയും ചായാത്ത പൂക്കൾ ഇനിയ മോഹങ്ങളോ, മനസ്സു പൂക്കുന്ന രാവിൽ കുളിരു കൂടുന്നുവോ, ആലോലം വേഷം പൂന്തന്നൽ താരാട്ടും പാട്ടിൽ താലോലം ചായം തരമ്പിൽ ഒന്നിഷ്ടം കൂടാ. മഞ്ഞു പെയ്യും രാവിൽ ഈ മനസ്സുണർന്നുവോ, കണ്ണും കണ്ണും തേടും എൻ കനവുണർന്നുവോ, ഈ രാവും ഞാനും നിൻ മുന്നിൽ ശൃംഗാരം ചെയ്യും, ഈ മൗനം പോലും വാചാലും സല്ലാപത്തോറ്റം ആനന്ദം ചോരും പൂമഞ്ചം, ഈ ശയ്യാമഞ്ചം ആവേശം ചേരും ഉന്മാദം എന്നങ്കോ പാങ്കം. മഞ്ഞു പെയ്യും രാവിൽ ഈ മനസ്സുറങ്ങിയ, കണ്ണും കണ്ണും തേടും
ശാരീരാകാലാപം മേഘത്തേരിൻ മാറിക്കേറിൻ ശുഭരാത്രി സന്ദേശങ്ങൾ കുളിരു കുത്തുന്ന കൊമ്പിൽ ഇനി നമുക്കുള്ളതോ പുതിയ രോമാഞ്ചമെല്ലാം പുലരി തേടുന്നവോ ഈ മോഹക്കാട്ടിൽ ഈ കാറ്റിൽ ഈ അകച്ചാറ്റിൽ ഒന്നിനും ചേരാം ഒന്നാകാം ഒന്നിഷ്ടം കൂടാം മഞ്ഞു പെയ്യും രാവിൽ ഈ മനസ്സുറങ്ങിയോ കണ്ണും കണ്ണും തേടും എൻ കനവുറങ്ങിയോ ഈ രാവും ഞാനും നിൻ മുന്നിൽ ശൃംഗാരം ചെയ്യും ഈ മൗനം പോലും വാചാലും സല്ലാപത്തോറ്റം ആനന്ദം ചോരും പൂമഞ്ചം ഈ ശയ്യാമഞ്ചം ആവേശം ചേരും ഉന്മാദം എന്നങ്കോ പൊങ്കം മഞ്ഞു പെയ്യും രാവിൽ ഈ മനസ്സുറങ്ങിയോ കണ്ണും കണ്ണും തേടും എൻ കനവുറങ്ങിയോ വെരി ഗുഡ് മിസ് ജെനീലിയ ആൻഡ് റൈസൺ. എന്ത് ഉഗ്രനായിട്ട് പാടി, താങ്ക് യു സർ. വളരെ ഇഷ്ടപ്പെട്ടു. ഭൂരിഭാഗവും വളരെ നന്നായിട്ട് തന്നെ പാടി. ചില ഭാഗങ്ങളൊക്കെ വളരെ മനോഹരമായിരുന്നു. താങ്ക് യു സർ. എനിക്ക് തുടക്കത്തിലെ ആ മഞ്ഞു പെയ്യും രാവിൽ അതിന്റെ ആ പിച്ച് രാവിൽ അതിനെ കുറിച്ച് ഡൈനാമിക്സും കൊടുത്താൽ നല്ലതായിരിക്കും. മഞ്ഞു പെയ്യും രാവിൽ എൻ ഈ മനസ്സുറങ്ങിയോ കണ്ണും കണ്ണും തേടും എൻ കനവുറങ്ങിയോ. മനസ്സിലായ? അങ്ങനെ അതൊന്ന് കിട്ടിയാൽ കുറച്ചും കൂടി ഭംഗിയായനെ. പിന്നെ എനിക്ക് തോന്നിയത് ആലോലം വീശും, അതിന്റെ കറക്റ്റ് ആയിട്ട് നോട്ട് മീറ്റർ ഒന്ന് പാടിയേ കേക്കട്ടെ. മനസ്സു പൂക്കുന്ന രാവിൽ അവിടെയും ഈ പറഞ്ഞ പോലെ ഒരു ഡൈനാമിക്സ് കൊടുത്ത നല്ലതാണ്. ഇനിയും ചായാത്ത പൂക്കൾ ഇനിയ മോഹങ്ങളോ മനസ്സു പൂക്കുന്ന രാവിൽ കുളിരു കൂട്ടുന്നുവോ. അങ്ങനെ ഒരു ഡൈനാമിക്സ്. പിന്നെ ആലോലം വീശും അത് അതിർത്തി കൂടി പോകുന്നുണ്ടാ. ആലോലം വീശും ആലോലം വീശും പൂന്തന്നൽ താരാട്ടും അങ്ങനെയാണ്. അവിടെ വീശുവിന്റെ സ്പീഡ് കൂടുന്നുണ്ട്. അത്രയും ലൗഡ് ആവണ്ട. അതെ, ആലോലം വീശും പൂന്തന്നൽ താരാട്ടും പാട്ടിൽ താലോലം ചായ പ്രാരംഭി പൊന്നിഷ്ടം കൂടാം. ആ പൊന്നിഷ്ടം കൂടാന്റെ നോട്ടും അത് പാടി. ഇപ്പോഴും സ്പീഡ് കൂടുതലാ. വീശും വീശും അതെ. ധാരാട്ടും പാട്ടിൽ താലോലം ചായം താരമ്പേ ഒന്നിഷ്ടം കൂടാം പൊന്നിഷ്ടം കൂടാം പൊന്നിഷ്ടം കൂടാം. ആ നോട്ട് കറക്റ്റ് ആക്കണം. അതുപോലെ തന്നെ ചരണത്തിലെ പൊന്നിഷ്ടം കൂടാം. ഓക്കെ, അതാണ് എനിക്ക് തോന്നിയത്. ബാക്കിയെല്ലാം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. താങ്ക് യു സർ. നല്ല വോയിസ്. ഈ വോയിസിൽ ഇത് കേൾക്കാൻ പ്രത്യേക സുഖമുണ്ട്. മഞ്ഞു പെയ്യും രാവിൽ ഈ മനസ്സുറങ്ങിയോ കണ്ണും കണ്ണും തേടും എൻ കനവുറങ്ങിയോ. നല്ല ഇമ്പ്രൂവ്മെന്റ് തന്നെയാണ് പോകുന്നത്. നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് പണ്ടത്തെക്കാളും. ഗ്രാഫ് അതെ, മുന്നോട്ടേക്ക് മുമ്പ് അതെ ഇങ്ങനെ തന്നെയാണ് മുകളിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ മൈക്കിന്റെ പൊസിഷൻ ഒക്കെ കറക്റ്റ് കറക്റ്റ് ആയി ആയിട്ട് വന്നു. Yes. ഓക്കെ, ഇപ്പൊ വാക്കുകൾക്ക് ക്ലാരിറ്റി ഉണ്ട് ഇപ്പൊ. ഓക്കെ, വെരി ഗുഡ്. താങ്ക് യു സർ. ഈ കോടമഞ്ഞിൻ താഴ്വരയിൽ രാത്രിമുല്ല പൂത്ത പോലെ ഉണ്ടായിരുന്നു. അങ്ങനെ തോന്നിയിരുന്നു? അതെന്താന്ന് മനസ്സിലായോ? അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോ രാത്രി ലില്ലികൾ പൂത്തപ്പോൾ ഒരു മാത്രയിൽ മിന്നിയത് പോലെ ഉണ്ടായിരുന്നു. പക്ഷെ രാത്രി മഴ തോർന്നില്ല. ഇറ്റിറ്റു വീഴും നീർത്തുള്ളിതൻ സംഗീതം ഹൃത്തന്തികൾ അതിൽ പകർന്ന പോലെ ഉണ്ടായിരുന്നു. ഇപ്പോഴും വീണോണ്ടിരിക്കുക മഴത്തുള്ളി. അങ്ങനെ അതെ, അങ്ങനെ വീണോണ്ടിരിക്കുക. അപ്പൊ തീർത്തും പറയാനുള്ളത് ഒരു രാത്രി കൂടി വിടവാങ്ങിയില്ല. ഇല്ല, കറക്റ്റ് മീനൂട്ടാ ബുദ്ധി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് രസമുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഈ ഒരു രാത്രിയുടെ ഒരു ഫീലിംഗ് ഈ പാട്ടിനെ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. താങ്ക് യു സർ. ഈ രാവും ഞാനും നിൻ മുന്നിൽ ശൃംഗാരം ചെയ്യും ഈ മൗനം പോലും വാചാലും സല്ലാപത്തോറ്റം ആനന്ദം ചോരും പൂമഞ്ചം ഈ ശയ്യാമഞ്ചം ആവേശം ചേരും ഉന്മാദം എന്നങ്കോ പാങ്കം. പകലാണോ രാത്രിയാണോ? സന്ധ്യ.
എനിക്ക് നൈറ്റ് ഇഷ്ടം. നോ 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 ഓൺലി വൺ ആൻസർ. നൈറ്റ് നൈറ്റ്. നൈറ്റ് ശരിക്കും ഇപ്പൊ പാടിയപ്പോ ശരിക്കും ഒരു രാത്രി പാടുന്ന ഒരു ഫീൽ ശരിയാ. പിന്നെ മാത്രല്ല ഒരു ബ്രീസ്, ഇളം ബ്രീസ്, ഇളം കാറ്റ്. ഇളം കാറ്റ് അടിക്കുന്ന പോലെ. അത് കാറ്റിൽ ഇളം കാറ്റിൽ ഒഴുകി വരും ഗാനം പോലെ Yes, ഉണ്ടായിരുന്നു. yes. അപ്പൊ ഒരു രാത്രി പാട്ട് എന്നുള്ള രീതിയിൽ ഈ പാട്ട് വേണമെങ്കിൽ നമുക്ക് കേട്ട് ഇങ്ങനെ സുഖമായിട്ട് കിടന്നുറങ്ങാം അല്ലേ? അപ്പൊ ആ ഫീലിംഗ് കൊണ്ടുവരുന്നുണ്ടോ എന്നുള്ളതാണ് ഈ പാട്ട് പാടുമ്പോൾ ആദ്യമായിട്ട് വേണ്ടത്. അതുണ്ടായിരുന്നു. ഓക്കെ. പിന്നെ നോട്ട് സ്ലിപ്പ് ചെയ്യുന്നത് അത് ഒന്നുകൂടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. അത് പല പാട്ടുകളിലും സംഭവിക്കുന്നില്ലേ എന്ന് എനിക്കൊരു സംശയമുണ്ട്. സോ അതില് നമ്മൾ സബ്ജക്റ്റീവായിട്ട് തന്നെ അതിൽ ഫോക്കസ് ചെയ്ത് ശ്രദ്ധിക്കണം. നമ്മൾ വേണ്ടി വരും. ഡൈനാമിക്സ് അതുപോലെ പല സ്ഥലങ്ങളിലും ശ്രദ്ധിക്കേണ്ടത് ആവശ്യമുണ്ട്. തുടക്കത്തിൽ മഞ്ഞു പെയ്യും രാവിലെ എന്ന് പാടിയത് അത് ശ്രുതി കുറച്ച് ഷാർപ്പായിരുന്നു. അത് തുടക്കമല്ലേ? തുടക്കത്തിൽ ഇങ്ങനെ കൃത്യത വരുന്നില്ലെങ്കിൽ നമുക്ക് എന്തോ ഒരു എന്നുള്ള ഫീൽ വരില്ലേ? അപ്പൊ അത് വരാൻ പാടില്ല. തുടക്കത്തിൽ തന്നെ വരുമ്പോഴത്തേക്കും അത് ഫസ്റ്റ് ഇംപ്രഷൻ അത് ബെസ്റ്റസ്റ്റ് ആയിരിക്കണം കേട്ടാ. അത് കഴിഞ്ഞിട്ടുള്ള എല്ലാത്തിലും നമുക്ക് ആ ജഡ്ജ്മെന്റ് വരും. നമുക്ക് ജഡ്ജ്മെന്റ് ഇല്ല. ഞാൻ പറഞ്ഞ സാധാരണ ഓഡിയൻസിനെ സംബന്ധിച്ചോളം ആദ്യം അവിടെ ഒന്ന് ശരിയല്ലെങ്കിൽ പിന്നെ എത്ര നന്നായിട്ട് പാടിയാലും ആദ്യം അങ്ങനെ ആദ്യം എന്ന് പറഞ്ഞോണ്ടിരിക്കും. അപ്പൊ ഞങ്ങൾ റഡാർ അവിടേക്ക് തിരിച്ചു വെക്കും. റഡാർ തിരിച്ചു വെക്കും കേട്ടാ. എനിക്ക് വളരെയധികം ടേക്ക് ഓഫ് ചെയ്ത സ്ഥലം എന്ന് പറഞ്ഞാൽ മനസ്സ് പൂക്കുന്ന രാവിൽ കുളിര് കൂടുന്നുവോ അവിടെ നിന്നാണ് എനിക്ക് ഈ പാട്ടിലോട്ട് ശരിക്ക് പ്രൈസൺ ആൻഡ് ജെനിലിയൊക്കെ കയറി വന്നതായിട്ട് തോന്നി. അനുപല്ലവി. അനുപല്ലവിയുടെ ആ ഭാഗത്താണ് കേട്ടോ. അപ്പൊ അതിനുമുമ്പേ ആദ്യം തന്നെ ടേക്ക് ഓഫ് ചെയ്യണം കേട്ടോ. എന്നാലേ കറക്റ്റായിട്ട് പറ്റുള്ളൂ. പിന്നെ കറക്റ്റായിട്ട് അവസാനം ലാൻഡ് ചെയ്യാൻ പറ്റൂ. അപ്പൊ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. നോട്ട്സ് ശ്രദ്ധിക്കേണ്ടതാണ്. ഡൈനാമിക്സ് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പൊ ഇന്നൊരു മിക്സ് ബാഗ് ആണ് കേട്ടോ. ജനീലെ കുട്ടി ആ പ്രോഗ്രസ്സിനെ വീണ്ടും അപ്രിഷിയേറ്റ് ചെയ്യുന്നു കേട്ടോ. താങ്ക് യു ചേച്ചി. എനിക്ക് തോന്നിയത് ആ ബ്രെത്ത് ഒക്കെ കുറച്ചും കൂടെ നല്ല ബെറ്റർ ആയിട്ടുണ്ട് പഴയതിനേക്കാളും. എന്താ ഓവർ ഹസ്കി ആവാതെ കൂടുതൽ ബ്രെത്ത് ലോസ് ഇല്ലാതെ ഇതിപ്പോ ഒരു ചാടി കളിക്കണ പോലത്തെ നോട്ട്സ് ആണ്. ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് പോണതാണ്. അപ്പൊ അത് പാടി ഫലിപ്പിക്കാൻ അത് കറക്റ്റ് ആ നോട്ടിൽ വന്ന് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ബുദ്ധിമുട്ടാണ്. നല്ല ബ്രെത്ത് സപ്പോർട്ടും കൂടെ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് പാടാൻ പറ്റും. ഓൾമോസ്റ്റ് എല്ലാം നല്ല നീറ്റായിട്ട് അത് വന്നിട്ടുണ്ട്. അപ്പൊ ഐ തിങ്ക് ജനീലെ കുട്ടിയുടെ പ്രാക്ടീസ് നന്നായി വർക്ക് ആവുന്നുണ്ട് എന്ന് തോന്നുന്നു. നന്നായി പാടി. ശുഭരാത്രി സന്ദേശങ്ങൾ കുളിരു കുത്തുന്ന ചില ഭാഗങ്ങളിൽ അറിയാം അത്രയും കോംപ്ലക്സ് ആണെന്ന് അറിയാം ആ പാട്ട്. എന്നാലും ആ ഗ്രൂവില് കറക്റ്റ് വീഴാത്ത പോലെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ആ വേർഡ്സ് കറക്റ്റ് ആയിട്ട് അങ്ങ് വീഴാത്ത പോലെ. ആലോലം വീശും ഉന്തൻ രസമുണ്ടായിരുന്നു കേൾക്കാൻ വേണ്ടി. ആ പ്രത്യേക ഒരു ഫൺ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു പെർഫോമൻസ് ആയിട്ട് കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ ആ ഗ്രൂവിൽ ഒന്നും കൂടെ വീണിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഒരു ഭംഗിയായേനെന്ന് തോന്നി കേട്ടോ. പിന്നെ അതുപോലെ പാട്ട് തുടങ്ങിയപ്പോൾ ഉള്ള ചെറിയൊരു പിച്ച് ഒരു ഷാർപ്പായത് അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ ആ അനുപല്ലവിയുടെയും ചരണത്തിന്റെയും അവസാനത്തെ ആ ഒരു നോട്ട് മാറുന്നതിന്റെ ഒരു ക്ലാരിറ്റി അതൊക്കെ കൂടി മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നല്ല പെർഫോമൻസ് ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ഒരു പുതിയ സ്റ്റെപ്പ് ഒക്കെ എന്തായിരുന്നു അത്? സ്റ്റെപ്പൊക്കെ കൊള്ളായിരുന്നു അല്ലേ? പുതിയൊരു സ്റ്റെപ്പ് ഉണ്ടായിരുന്നു. ഞാൻ ശരിക്കും ശോഭന മാം കളിക്കുന്നത് ഞാൻ നോക്കിയത്. പക്ഷെ വേറെ നല്ലൊക്കെ കളിക്കുന്നത് അതെനിക്ക് കിട്ടാത്തോണ്ട് ഞാൻ ഇത് ഉണ്ടാക്കി. പക്ഷെ അത് നന്നായിരുന്നു ചെയ്തത്. കുറച്ചുകൂടി സമയം ഉണ്ടായിരുന്നു ഡാൻസ് ചെയ്യാനായിട്ട്. പിന്നെ ശ്വാസം പോലെ ഫസ്റ്റ് പ്രയോറിറ്റി പാട്ടിന് കൊടുത്തു അല്ലേ? കുഴപ്പമില്ല എന്നാലും ചെയ്തതൊക്കെ നന്നായി. എനിക്ക് എന്താ തോന്നുന്നതെന്ന് പറഞ്ഞാൽ നല്ല ഫോക്കസ് വന്നിട്ടുണ്ട് ഇപ്പൊ ജനീലെ കുട്ടിക്ക്. അതാണ് ജനീലെ കുട്ടിയുടെ എനിക്ക് തോന്നുന്നു ക്യാരക്ടറിൽ തന്നെ ഒരു ഡിഫറൻസ് വന്നത്. സിൻസ് യു സ്റ്റാർട്ടഡ് സിംഗിങ് ഫോർ ഫ്ലവേഴ്സ് എനിക്ക് തോന്നിയത് നല്ല ഫോക്കസ് വന്നിട്ടുണ്ട് ഇപ്പൊ. യെസ്, അതാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഓൾ ദി ബെസ്റ്റ്. ജനീലെ കുട്ടിയുടെ ഇന്നത്തെ മാർക്ക് 98 out of 100. ഓൾ ദി ബെസ്റ്റ് ജനീലെ കുട്ടാ. ബൈ ബൈ. ഗുഡ് നൈറ്റ്. മീനുട്ടാ എന്താ അടുത്ത ആളെ വിളിക്കാത്തെ? എനിക്കറിയാം എന്തൊരു ശുഷ്കാന്തിയാന്ന് നോക്കൂ. പെർഫോമൻസ് റൗണ്ട് ആകുമ്പോൾ എനിക്കത് എപ്പോഴും ഉണ്ടാവും. ഞാൻ റെഡി ആയിരിക്കും ഇവിടെ. ഇനി പെർഫോമൻസ് റൗണ്ട് വരാൻ പോകുന്നത് കൊണ്ട് തന്നെ ആര്യ ചേച്ചിയുടെ ഈ ഓവർ എനർജി നമ്മൾ കാര്യമാക്കണ്ട. കാരണം അത് പെർഫോമൻസ് റൗണ്ട് ആയതുകൊണ്ടാണ്. ഇവിടെ പെർഫോം ചെയ്യാൻ എത്താൻ പോകുന്നത് നമ്മുടെ സാം കുട്ടനാണ്. ലെറ്റ്സ് വെൽക്കം സാം സോണി ഓൺ സ്റ്റേജ്. കുറച്ച് ബീച്ച് വൈബ്സ് ആട്ടോ. സ്മാർട്ട് വൈബ്സ്. ഹലോ. ഏത് ബീച്ചിലാ പോണേ? ഞാൻ അങ്ങനെ ബീച്ചിലൊന്നും പോകുന്നില്ല. പക്ഷെ ഈ വേഷം കണ്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ടല്ലോ. അങ്ങനെയാണ്.
അതെ അതെ ശരിക്കും ബീച്ചിൽ പോകുന്ന ശരിക്കും ബീച്ച് ആ ഡ്രസ്സൊക്കെ നല്ല രസമുണ്ട് കാണാൻ സൺഗ്ലാസ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ സൺഗ്ലാസ് വേണം. അതെ നല്ല ഷർട്ട് ഇട്ടോ അത് പുറത്തിട്ട് ഓവർകോട്ട് പോലെ ഇട്ടത് നല്ല രസമുണ്ട്. താങ്ക് യു. പെർഫോമൻസിന് ഒരു ഹൈപ്പർ എനർജി വേണമല്ലോ. അതെ അതുണ്ടോ? ഉണ്ട്. ഡാൻസ് ഒക്കെ ഉണ്ടോ? കണ്ടില്ലല്ലോ. ഡാൻസ് ചെറുതായിട്ടുണ്ട്. ചെറുതായിട്ട്. പാട്ട് തുടങ്ങിയാലോ എം ജെ ഞങ്ങളത് വരിക ആണോ? ഹൈപ്പർ എനർജി. ആണല്ലേ? കുറച്ചും കൂടെ ഒരു ഹൈപ്പർ എനർജി എനിക്ക് ആഗ്രഹിച്ചു, ഓ പക്ഷെ അത് കിട്ടിയില്ല. അതെ പാട്ട് തുടങ്ങണം. പെർഫോമൻസിലേക്ക് സേവ് ചെയ്ത് വെച്ചിരിക്കുക പാട്ട് എനർജി ഒക്കെ. തുടങ്ങിയാലേ അതൊക്കെ വരുള്ളൂ അതെ അല്ലേ? Yes. ആ ഒരു സമയത്ത് അതെ ഓക്കെ. വേഗം പാട്ടെങ്ങനെയാലും അത് പാടിയാ പറ്റില്ല. വേഗം പാടണം, എനിക്ക് കേൾക്കാൻ കൊതിയാവുന്നു സാംകുട്ടാ. എന്നാ ഏത് പാട്ടാ? കടുകട് മുളകട്. മ്യൂസിക് SP വെങ്കടേഷ് സാറ്, ഉം. ലിറിക്സ് ഗിരീഷ് പുത്തഞ്ചേരി സാറ്, ഉം. മൂവി ഒന്നാമൻ, ഇയർ 2002, പാടിയത് MG ശ്രീകുമാർ സാർ. കുറച്ചു നേരത്തേക്ക് നമ്മൾ ഈ സൗമ്യത ഒന്ന് മാറ്റി വെക്കും. ഓ അതെ അവന്റെ ബേസിക് ഒരു ഇൻസ്റ്റിങ്ക്ട് എന്ന് പറയുന്നത് ജെന്റിൽമാൻ. അതാണ് ഓൾവേസ്. അത് നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന കാര്യമാണ് കേട്ടോ. യെസ്. ഓ പക്ഷെ ഇപ്പൊ ഈ പെർഫോമൻസിന് അതങ്ങ് മാറ്റി വെക്കുന്നു. ഓക്കെ എന്നിട്ട് പെർഫോമൻസ് കഴിഞ്ഞാൽ തിരിച്ച് പഴയ സൗമ്യൻ. പഴയ സാംസങ് സോണി ആയിക്കോട്ടെ. കുഴപ്പമില്ല. ഓക്കെ കേട്ടോ? ഓക്കെ ഓക്കെ Yes. കഴിച്ചോ? ഓക്കെ സെറ്റ് സെറ്റ്. ഓക്കെ. ഓൾ ദ ബെസ്റ്റ്. All the best. താങ്ക് യു. കടുകട് മുളകട് കുറുമൈ നെടുവിടി കുരുമുളക് അടിപൊളി വറവലി നെടുപിടി രുചിയോടൊന്നുണ്ണാനെന്നൊരു റണ്ണിമായി വാവാ. കടുകട് മുളകട് കുറുമൈ നെടുവിടി കുരുമുളക് അടിപൊളി വറവലി നെടുപിടി രുചിയോടൊന്നുണ്ണാനെന്നൊരു റണ്ണിമായി വാവാ. തേങ്ങയെടുത്തതൊരമ്മച്ചി ആട്ട കുഴച്ചവൻ അണ്ണാച്ചി ഈല വെച്ച് വിളമ്പിത്തരാം. കോഴി പൊരിച്ചത് കൊണ്ടാട്ടം, തവള പൊരിച്ചത് പലകൂട്ടം, പാട്ടും പാടി വെട്ടി വീഴുങ്ങ്. അയ്യയ്യയ്യ കടുകട് മുളകട് കുറുമൈ നെടുവിടി കുരുമുളക് അടിപൊളി വറവലി നെടുപിടി രുചിയോടൊന്നുണ്ണാനെന്നൊരു റണ്ണിമായി വാവാ. കടുകട് മുളകട് കുറുമൈ നെടുവിടി കുരുമുളക് അടിപൊളി വറവലി നെടുപിടി രുചിയോടൊന്നുണ്ണാനെന്നൊരു റണ്ണിമായി വാവാ. പണ്ട് പണ്ട് പട്ടണമാഴും ബാദുഷമാരുടെ ബീവി ഭരത്തും ഗുണ്ടിനക്കും പത്തിരി കൊണ്ടുതരാം. ചേരച്ചോഴൻ ചെങ്കിട്ടുവന്മാർ കൊട്ടാരത്തിൽ വെച്ചു കഴിക്കും ചെത്തു ചില്ലി ചിക്കനും കൊണ്ടുതരാം. തച്ചോളി ചന്തു കഴിച്ചതല്ലേ ഈ തക്കാളി സൂപ്പ്, ആറ്റുമണം മേലെ അമ്മച്ചിക്ക് ഇഷ്ടമാണ് ആട്ടിൻകരള്. ഉണ്ടപ്പൻ ഞണ്ടുണ്ട് കണ്ടപ്പൻ മുള്ളുണ്ട് വെണ്ടയ്ക്ക തോരനുണ്ട്, വെണ്ടയ്ക്ക തോരനുണ്ട്, നല്ല വെണ്ടയ്ക്ക തോരനുണ്ട്. കടുകട് മുളകട് കുറുമൈ നെടുവിടി കുരുമുളക് അടിപൊളി വറവലി നെടുപിടി രുചിയോടൊന്നുണ്ണാനെന്നൊരു റണ്ണിമായി വാവാ. കടുകട് മുളകട് കുറുമൈ നെടുവിടി കുരുമുളക് അടിപൊളി വറവലി നെടുപിടി രുചിയോടൊന്നുണ്ണാനെന്നൊരു റണ്ണിമായി വാവാ. കോവളത്ത് കപ്പലിറങ്ങും സായിപ്പന്മാരുടെ നെഞ്ചുകലക്കും കപ്പയുണ്ടേ കല്ലുമെക്കായുമുണ്ടേ. ലൈനടിക്കും കോളേജ് പിള്ളേർ ബൈക്കെടുത്ത് ബീച്ചിലെത്തുമ്പോൾ കൊക്കരക്കോ കോളയുമുണ്ടല്ലോ. ദാരാസിംഗ് എപ്പോഴും ഡിന്നറിൽ തട്ടുന്ന താറാവ് ഫ്രൈ, കോലത്തെ തവറകൾ മുത്തിക്കുടിക്കുന്ന കോക്കനട്ട് ജ്യൂസ്, ചോടിക്കൊരത്താഴം മുത്തിക്ക് മുത്താഴം അത്തിപ്പഴം കണക്ക്, അത്തിപ്പഴം കണക്ക്, നല്ലൊരു അത്തിപ്പഴം കണക്ക്.
പിടിച്ചവൻ അണ്ണാച്ചി ഈല വെച്ച് വിളമ്പിത്തരാം. കോഴി പൊരിച്ചത് കൊണ്ടാട്ടം, തവള പൊരിച്ചത് പലകൂട്ടം, പാട്ടും പാടി വെട്ടി വീഴുങ്ങ്. അയ്യയ്യ കടുകട് മുളകട് കുറുമയിൽ എരിവിന് കുരുമുളക് അടിപൊളി വറവലി നെടുപിടി രുചിയോടൊന്നുണ്ണാനല്ലൊരു രണ്ണിയുമായി വാ വാ. സാംകുടാ, എന്തോ? ഒരു ചലഞ്ച് ഉണ്ടേ. ഓ. ഒരു 10 പവൻ അങ്ങോട്ട് ടെമ്പോ അങ്ങ് കൂട്ടും. ഓ. എന്നിട്ട് പല്ലവി ഒന്ന് പാടിത്തരാമോ? അയ്യോ റെഡിയാ? നോക്കാം. നോക്കാം. ഓ. ആ അല്ലേ, കടുക് പൊട്ടട്ടെ. കടുകട് മുളകട് കുറുമയിൽ എരിവിന് കുരുമുളക് അടിപൊളി വറവലി നെടുപിടി രുചിയോടൊന്നുണ്ണാനല്ലൊരു രണ്ണിയുമായി വാ വാ. കടുകട് മുളകട് കുറുമയിൽ എരിവിന് കുരുമുളക് അടിപൊളി വറവലി നെടുപിടി രുചിയോടൊന്നുണ്ണാനല്ലൊരു രണ്ണിയുമായി വാ വാ. സവാഷ് സവാഷ് സവാഷ്. മിനോടാണ് കളി. പിന്നെ ഇനി അടുത്ത ലെവലാവും. അല്ല പിന്നെ ഗിയർ 3 150. കടുകട് മുളകട് കുറുമയിൽ എരിവിന് കുരുമുളക് അടിപൊളി വറവലി നെടുപിടി രുചിയോടൊന്നുണ്ണാനല്ലൊരു രണ്ണിയുമായി വാ വാ. കടുകട് മുളകട് കുറുമയിൽ എരിവിന് കുരുമുളക് അടിപൊളി വറവലി നെടുപിടി രുചിയോടൊന്നുണ്ണാനല്ലൊരു രണ്ണിയുമായി വാ വാ. സൂപ്പർ. ഇനി നാലാമത്തെ മിടുക്കൻ മിടുക്കൻ. 160 160. കടുകട് മുളകട് കുറുമയിൽ എരിവിന് കുരുമുളക് അടിപൊളി വറവലി നെടുപിടി രുചിയോടൊന്നുണ്ണാനല്ലൊരു രണ്ണിയുമായി വാ വാ. കടുകട് മുളകട് കുറുമയിൽ എരിവിന് കുരുമുളക് അടിപൊളി വറവലി നെടുപിടി രുചിയോടൊന്നുണ്ണാനല്ലൊരു രണ്ണിയുമായി വാ വാ. സൂപ്പർ സൂപ്പർ. കളിക്ക് അടിപൊളി. അങ്ങനെ വിടത്തില്ല. ഇനി 5th ഗിയർ. ഓക്കെ. ഇനിയുണ്ടോ? 170. തോൽപ്പിച്ചിട്ടേ അടങ്ങൂ. അവൻ തോക്കൂല, അവൻ തോക്കൂല, ഇല്ലല്ലോ. അതാണ്. തോക്കൂല, അതാണ് തോക്കൂല. ഓക്കെ. കടുകട് മുളകട് കുറുമയിൽ എരിവിന് കുരുമുളക് അടിപൊളി വറവലി നെടുപിടി രുചിയോടൊന്നുണ്ണാനല്ലൊരു രണ്ണിയുമായി വാ വാ. കടുകട് മുളകട് കുറുമയിൽ എരിവിന് കുരുമുളക് അടിപൊളി വറവലി നെടുപിടി രുചിയോടൊന്നുണ്ണാനല്ലൊരു രണ്ണിയുമായി വാ വാ. സൂപ്പർ സൂപ്പർ. മിടുക്കന്മാരിൽ 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 മിടുക്കനാണ്. അമ്പോ ഒരു 170 BPM അത് കേട്ടോ. മിടുക്കന്മാരിൽ 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 മിടുക്കൻ. അതിൽ ടെമ്പോ കൂട്ടണോ? അത് വേണമെങ്കിൽ കൂട്ടാം. പിന്നെ ഉണ്ടപ്പൻ ഞണ്ണുണ്ട്, കണ്ടപ്പൻ മുയലുണ്ട് അല്ലേ? അത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. താങ്ക് യു. അതെങ്ങനെയാണ് രസമായിട്ട് പാടിയത്? എങ്ങനെയാണ്? ഉണ്ടപ്പൻ ഞണ്ടുണ്ട്, കണ്ടപ്പൻ മുയിലുണ്ട്, വെണ്ടയ്ക്ക തോരനുണ്ട്, വെണ്ടയ്ക്ക തോരനുണ്ട്, നല്ല വെണ്ടയ്ക്ക തോരനുണ്ട്. അത് നന്നായിരുന്നു. അത് കേട്ടപ്പോഴത്തേക്ക് എനിക്ക് കൊതി വന്നു. ഉണ്ടപ്പം ഞണ്ട്. അയ്യോ പിന്നെ കല്ലുമ്മക്കായി ഇല്ലേ? ഓ. കല്ലുമ്മക്കായി ചർണത്തില് അല്ലേ? കോഴിക്കൊരത്താഴം. ഓ അല്ലല്ല, കോഴിക്കൊരത്താഴം എങ്ങനെയാണ്? ചോഴിക്കൊരത്താഴം, മുത്തയ്ക്ക് മുത്താഴം, അത്തിപ്പഴം കണക്ക്, ആ. അത്തിപ്പഴം കണക്ക്. അതില് ഇത്ത ഇല്ല, ഇത്ത അത്തിപ്പഴം കൂടെ സ്ട്രെസ് ചെയ്യണം. ചോഴിക്കൊരത്താഴം, മുത്തയ്ക്ക് മുത്താഴം, അത്തിപ്പഴം കണക്ക്. ആഹാ യെസ് യെസ് യെസ്. അങ്ങനെ വരുമ്പോഴത്തേക്കും രസമുണ്ട് കേട്ടോ. അത് Thank you. കുറച്ചുകൊണ്ട് രസമുണ്ട്. ഓക്കെ. നീ കലക്കിടേ. താങ്ക് യു. അടിപൊളിയല്ലേ? വേറെ ലെവൽ. അതെ. താങ്ക് യു. മാസ്. താങ്ക് യു. വെറുതെ ചുമ്മാ അവിടെ വന്ന് നിന്ന് പാടാം. ആ ബീച്ചിൽ പോണ പോലെ ഡ്രസ്സൊക്കെ ഇട്ട് വന്ന് നിന്ന് പൊട്ട് പോലെ പാടി. അത് കഴിഞ്ഞ് MJ സാർ ചാലഞ്ച് ചെയ്തു. ആ ചാലഞ്ച് ചെയ്ത് കഴിഞ്ഞത് അതിന്റെ അപ്പുറം വേറെ ലെവലായി പാടിയിട്ട് അനങ്ങാണ്ട് നിൽക്കുന്ന കണ്ടില്ലേ? 5th ഒന്നും അല്ല അത്. അത് വേറെ എന്തോ സ്പോർട്സ് മോഡാ. സൂപ്പർ കാർ സ്പോർട്സ് മോഡാ അത്. എന്നിട്ട് നിക്കുന്ന ചിരിച്ചോണ്ട് നിക്കുന്ന നോക്കി. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ. എടാ നീ ഒരു സംഭവമാടാ, ഒരു സംഭവം. പണ്ട് പണ്ട് പട്ടണമാഴും ബാദുഷമാരുടെ ബീവി ഭരത്തും ഗുണ്ടിനക്കും പത്തിരി കൊണ്ടത്തരാം. ചേരച്ചോഴൻ ചെങ്കിട്ടുവന്മാർ കൊട്ടാരത്തിൽ വെച്ചു കഴിക്കും ചെത്തു ചില്ലി ചിക്കനും കൊണ്ടത്തരാം. അയ്യോ അത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് സത്യം പറയട്ടെ കൊതി വന്നു. എന്റെ വായിന്ന് ഇങ്ങനെ വെള്ളം വരുന്നു. അതാണ് ആ പാട്ടിന്റെ ഇമ്പാക്ട്. എനിക്കിപ്പോ ഒത്തിരി സന്തോഷായി.
താങ്ക് യു. ഭയങ്കര ഹാപ്പി എനിക്ക് കേട്ടപ്പോ. എവിടെ കോവളത്ത് കപ്പലിറങ്ങും സായിപ്പുമാരുടെ നെഞ്ചു കലക്കും, കപ്പയുണ്ട് കല്ലുമ്മക്കായുമുണ്ട്. എനിക്കിഷ്ടായി കേട്ടോ അത്. കോവളത്ത് കപ്പലിറങ്ങും സായിപ്പന്മാരുടെ നെഞ്ചുകലക്കും, കപ്പയുണ്ട് കല്ലുമ്മക്കായുമുണ്ട്. ലൈനടിക്കും കോളേജ് പിള്ളേർ ബൈക്കെടുത്ത് ബീച്ചിലെത്തുമ്പോൾ കൊക്കരക്കോ കോളയുമുണ്ടല്ലോ. എനിക്കിഷ്ടല്ല, എനിക്ക് അത്ര ഇഷ്ടമല്ല. ആണോ? എനിക്ക് നല്ല ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കല്ലുമ്മക്കായി. എനിക്ക് അതുകൊണ്ട് ആ വരിയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പറഞ്ഞിട്ടേ പിന്നെ അതുപോലെ ഈ എന്താ ഇത്ര ക്ലാരിറ്റിയിൽ ഈ വേർഡ്സ് ഈ സ്പീഡിൽ ഇങ്ങനെ വീണെങ്കിൽ നീ ഒരു അസാമാന്യനായ മനുഷ്യനാണ്. താങ്ക് യു. ഞെട്ടിച്ചു. ഞെട്ടിക്കൽ ബിരിയാണി എന്ന് പറയില്ലേ, അതുപോലെ ഞെട്ടിച്ചു സാംകുട്ടൻ. ഞെട്ടിക്കൽ പാട്ടുകാരൻ. താങ്ക് യു. യെസ്. അപ്പൊ ഇനി മുതൽ സാം സോണിയാണ് നമ്മുടെ ഞെട്ടിക്കൽ പാട്ടുകാരൻ. താങ്ക് യു. യെസ്, മിടുകൻ, അടിപൊളി. താങ്ക് യു. മിസ്റ്റർ സാംസങ് സോണി, എന്തോ എന്തായിരുന്നു ആ വരവ്? പാവം പോലെ ആ വരവും അതൊരു പൂച്ച പോലെ. അതല്ലേ? പൂച്ച പോലെ നിപ്പും സംസാരവും എല്ലാം കഴിഞ്ഞ അവസാനം ഡാൻസ് ഒക്കെ ഉണ്ടാവില്ലേ? ഡാൻസ് ഉണ്ടാവും സാർ. കുറച്ച് സർ. കുറച്ചെന്നൊക്കെ. അതെ, ഇതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം എന്തായി ഇപ്പൊ അവിടെ? അവസാനം ഞാൻ നോക്കുമ്പോ അതെ, ഇങ്ങനെ അവസാനം ഏറ്റവും അവസാനമാണ് ഇങ്ങനെ ഒരു പാട്ട് കഴിയാറായപ്പോഴാണ് എല്ലാം കൂടി ഇങ്ങോട്ട് എന്താ പറയാ പുറത്ത് വന്നത്. ഒരു താണ്ഡവായിരുന്നു അല്ലേ? ഇങ്ങനെയൊക്കെ പിടിച്ച് യെസ്. അപ്പൊ എന്തായാലും കലക്കി, ഇന്ന് അടിപൊളിയായിരുന്നു. ഇന്നിവിടെ MJ അങ്കിള് തന്ന പരീക്ഷണങ്ങളിലെല്ലാം വിജയിച്ച് വിജയശ്രീലാളിതനായി നിൽക്കുകയാണ്. വില്ലാളി വീരനായി, വീരമണി അല്ല അത് പോട്ടെ, സാംസങ് അത് വീര സാംസങ് സോണിയായി നിൽക്കുകയാണ്. വീരശൂര പരാക്രമി. താങ്ക് യു. അപ്പൊ കൊള്ളാം, വളരെ 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 ഇഷ്ടപ്പെട്ടു. നിസ്സാരക്കാരനല്ലാന്ന് വീണ്ടും തെളിയിച്ചിരിക്കുക. യെസ്. താങ്ക് യു. ഓക്കെ, വെരി ഗുഡ്, താങ്ക് യു. നൈസ്. സാമു, ഓ, ഇന്ന് കൂടെ ആരാ വന്നിരിക്കുന്നു? ഇന്ന് കൂടെ എന്റെ ആന്റിയും അങ്കിളും പിന്നെ എന്റെ കസിനും. ഹലോ. ആഹാ. നമ്മള് മുന്നേ കണ്ടിട്ടുണ്ട് കസിനെയും ആന്റിയും ഒക്കെ ഫാമിലി റൗണ്ടിൽ വന്നിട്ടില്ലേ? അതെ യെസ്. അതെ, നമുക്ക് പരിചയമുള്ള ആൾക്കാരാ. ഞാനുണ്ടായിരുന്നില്ല ആ. അല്ലേ? ഞാൻ ആദ്യമായിട്ടാണ്. അതെ അതെ അതെ. വെരി നൈസ് ടു ഹാവ് യു. എന്റെ താങ്ക് യു ഫോർ കമ്മിങ്. കസിന് ചെറുതായിട്ട് പാട്ട് പാടും. ആണോ? അവൾക്ക് ഇവിടെ പാടണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. കസിന്റെ പേര് എസ്ര. ഓഡിഷൻ വന്നൂടെ? യെസ്. അതൊരു സിനിമയുടെ പേരല്ലേ? നമ്മളിപ്പോ ഓഡിഷൻ നടന്നുകൊണ്ടിരിക്കുകയല്ലേ? അതെ. നമ്മള് വരുമോ? കൂടുതലും ഇംഗ്ലീഷ് പാട്ടാണ് അവൾക്ക് വശം. ആണോ? ആ, അതെ, നമുക്ക് ഇംഗ്ലീഷ് പാട്ടുകൾ പഠിക്കോ? ഇഷ്ടം പോലെ പഠിക്കോ? മലയാളം പാട്ട് കൊണ്ട് പഠിച്ചിട്ട് ഇവിടെ വന്നു ഓഡിഷൻ എന്ത് പറയും? മലയാളം പാട്ട് ഞാൻ അങ്ങനെ പാടാറില്ല. പാടാറില്ല. ഇംഗ്ലീഷ് പാട്ട് ഏതാണ് ഇഷ്ടം? ആരുടെ പാട്ടാണ് ഇഷ്ടം? അങ്ങനെ എനിക്ക് ഇഷ്ടമുള്ള പാട്ടുകാർ അങ്ങനെയൊന്നും ഇല്ല. ഇല്ല. അപ്പൊ ഫേവറേറ്റ് പാട്ട് ഏതാ? പാടുന്ന പാട്ടുകള് സീൽഡ് വിത്ത് എ കിസ് എന്ന് പറഞ്ഞൊരു പാട്ട് പാടും. ആ. പിന്നെ പ്രിറ്റി ലിറ്റിൽ ബേബി പാടും. Pretty Little Baby. ഒരു സീക്രട്ട് പറയട്ടെ, യു ആർ പ്രിറ്റി ലിറ്റിൽ ബേബി. അതെ. മാർക്ക് എസ്രയ്ക്ക് കൊടുക്കണോ സാമിനോ? രണ്ടുപേർക്കും കൂടെ ഒരുമിച്ച് തന്നാ മതി. ഒരുമിച്ച് അതാകുമ്പോ അത്രയും കൂടുമല്ലോ. ക്യാപ്റ്റൻ തീരുമാനിക്കും. ഒരു കാര്യം ചെയ്യാം. ഇത്രയും നന്നായി പാടിയതല്ലേ, മാത്രല്ല കൊതിപ്പിച്ച് എന്റെ വായിന്ന് വെള്ളമൊക്കെ വന്ന് കല്ലുമ്മക്കായതിനെ പറ്റിയൊക്കെ പാട്ടൊക്കെ പാടി, പിന്നെ സ്പോർട്സ് മോഡിൽ പാടി, സ്പോർട്സ് മോഡ് പാടി, അത്രയും ചാലഞ്ചസ് കൊടുത്തിട്ട് അതിന് വേറെ ലെവലിൽ പാടി, തരണം ചെയ്ത്. അതെ അതെ, വേറെ ലെവലായിട്ട് പാടി. അപ്പൊ ഇന്ന് നമ്മുടെ സാം കുട്ടന് ഇത്രയും ഹെഡിൽസിന് എന്താ മലയാളത്തിൽ പറയുന്നത്? കടമ്പകൾ. ഇത്രയും കടമ്പകൾ ചാടിക്കടന്ന് നമ്മുടെ KK ജോസഫ് സാം കുട്ടന് ഇന്നത്തെ മാർക്ക് 100 out of 100 plus 3 stars. എസ്ര ബേബിക്കും ചോക്ലേറ്റ്സ്. എടുത്ത് രണ്ടാളും എടുത്തോട്ടോ. ആട്ട കുഴച്ചവൻ അണ്ണാച്ചി ഇല വെച്ച് വിളമ്പിത്തരാം. കോഴി പൊരിച്ചത് കൊണ്ട് നമ്മുടെ പെർഫോമർ ഓഫ് ദ ഡേ ആണ് കേട്ടോ സാം. ഒരു കാര്യം ചെയ്യാം, അവിടുന്ന് ചേട്ടനെ വിളിച്ചാലോ? വലിയ ഫ്രാൻസിസ് ചേട്ടൻ. ഫ്രാൻസിസ് ചേട്ടനാണ് ഇന്ന് പെർഫോമർ ഓഫ് ദ ഡേ കൊടുക്കുന്നത്. ഇതായിരുന്നു കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി VD സതീഷ് ചേട്ടന്റെ ക്ലാസ്മേറ്റ്. ഓ ആണോ? ഫ്രാൻസങ്ങളെ നമുക്ക് 2 ഗിഫ്റ്റ് ഉണ്ട്. ഒന്ന് കിൻഡർ ബോക്സിന്റെ ഒരു ഉടുപ്പ്, പിന്നെ നമ്മുടെ വില്ലി വൈറ്റിന്റെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ. താങ്ക് യു കേട്ടോ. ചേട്ടാ നമുക്ക് ബൈ. ബൈ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.
മീനുട്ടാ എന്തോ നമ്മൾ എപ്പോഴും ചെയ്യേണ്ട ഗുഡ് ഹാബിറ്റ് ബ്രഷ് ബിഫോർ ബെഡ്. അങ്ങനെ ഒരുപാട് സന്തോഷത്തിലുള്ള ഹാപ്പി ആയിട്ടുള്ള നമ്മുടെ ഇന്നത്തെ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. ആരും വിഷമിക്കേണ്ട, അടുത്ത ദിവസം ഇതേ സമയം നമ്മൾ വീണ്ടും കാണും. അതുവരെ എല്ലാ പ്രേക്ഷകർക്കും ടാറ്റാ ബൈ, സീ യു.